സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ പല കമന്റുകളും വരികയുണ്ടായി. ഇമാം മഹദി വന്നാൽ എങ്ങനെയാണ് തിരിച്ചറിയൽ, ഭഗവാൻ കൽക്കി വന്നാൽ എങ്ങനെയാണ് തിരിച്ചറിയൽ. നമുക്കറിയാം, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴും മുന്നേ ഈസാ നബി വന്നപ്പോഴും അവരെ കാത്തിരിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. ഈസാ നബിയെ കാത്തിരിക്കുന്ന യഹൂദന്മാർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള രേഖകൾ നോക്കി അവർ കാത്തിരുന്നിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, ഓരോ മതങ്ങളും അതിന്റെ കാലശേഷം, അതിന്റെ പ്രവാചകന്റെ കാലശേഷം അതിൽ മായം കലർത്തും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കയ്യിലുള്ള രേഖകളിൽ തീർച്ചയായിട്ടും മായം കലർന്നിട്ടുണ്ടാവും. മാത്രമല്ല, അതിന്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥതലങ്ങൾ മാത്രമായിരിക്കും അവർക്കറിയും. മാത്രമല്ല, അതിലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും മായം കലർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈസാ നബിയെ കാത്തിരുന്ന യഹൂദർക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിലെ മിക്കവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പ്രധാനമായിട്ടും പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അവർ വിചാരിച്ച പോലെ, അവരുടെ മായാരേഖകളിൽ ഉള്ള പോലെ അല്ല വന്നത്. ഇതുപോലെ തന്നെയാണ് മുഹമ്മദ് നബിയുടെ കാര്യത്തിലും സംഭവിച്ചത്. മുഹമ്മദ് നബിയെ കാത്തിരുന്നവരുണ്ടായിരുന്നു, എന്നാൽ അവർ വിചാരിച്ച ഒരു രീതി ഉണ്ടായിരുന്നു, അതുപോലെ അല്ല വന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത്. അതായത് ഇമാം മഹദിയെ നിലവിലുള്ള മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന ഒരു രീതിയുണ്ട്, ഹിന്ദുക്കൾ കാത്തിരിക്കുന്ന രീതിയുണ്ട്, അവരുടെ കയ്യിലുള്ള രേഖകളുണ്ട്. ഈ രേഖകളൊക്കെ മായം കലർന്നതാണ്. മാത്രമല്ല, അതിന്റെ ബാഹ്യ ചിലതാകട്ടെ ശരിയായതാകട്ടെ അതിന്റെ ബാഹ്യ അർത്ഥ തലങ്ങൾ മാത്രമാണ് ഇവർക്ക് അറിയൽ. അപ്പോൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് മുഹമ്മദ് നബിയെ തിരിച്ചറിഞ്ഞത്, ഈസാ നബിയെ തിരിച്ചറിഞ്ഞത്? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ വേറൊരു വീഡിയോയിൽ ലളിതമായിട്ട് പറഞ്ഞിരുന്നു, സ്നേഹത്തിന്റെ ആത്മാക്കൾ തീർച്ചയായിട്ടും ആകർഷിക്കും. നിങ്ങളൊരു സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ പൊതുവെ നമ്മുടെ ലോകത്ത് തന്നെ സ്നേഹമുള്ള ഒരാളിലേക്ക് നിങ്ങൾ ചേരേണ്ടതിലേക്ക് ചേരും. അതുപോലെ തന്നെ സ്നേഹത്തിന്റെ മഹാഗോളങ്ങളാണ് ഈ ഇറങ്ങി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അല്പം ഉള്ളിലൊരു ആത്മ സ്നേഹമുള്ള ആളുകൾ, അല്പം അംശം ബാക്കിയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ മഹാഗോളത്തിലേക്ക്, സത്യത്തെ തേടുന്നവർ, ഹക്കിനെ തേടുന്നവർ, ആ മഹാസ്നേഹഗോളത്തിലേക്ക് സ്നേഹത്തിന്റെ യാത്ര നടത്തുന്നവർ തീർച്ചയായിട്ടും ആകർഷിക്കും. അങ്ങനെയാണ് അവരെ സ്വീകരിച്ചത്. അതിന്റെ ആത്മാക്കൾ അതിലേക്ക് ആകർഷിക്കും. തീർച്ചയായിട്ടും അവസാന കാലത്ത് ഇമാം മഹദി വന്നിരിക്കുന്നത്, സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷായി വന്നിരിക്കുന്നു, മഹാസ്നേഹത്തിന്റെ ഗോളം വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് അതിന്റെ ആത്മാക്കൾ ആകർഷിക്കും. ഇത് കേവല യുക്തിയുടെയും പഠനത്തിന്റെയും കിതാബ് നോക്കിയും സ്വീകരിക്കുന്നതല്ല. പ്രധാനമായിട്ടും ഇങ്ങനെയാണ് സംഭവിക്കൽ. അതിന്റെ ആത്മാക്കൾ അതിലേക്ക് ആകർഷിക്കും. അവിടുത്തെ ഫോട്ടോ കണ്ടാൽ തന്നെ അതിന്റെ ആത്മാക്കൾ അവിടേക്ക് ആകർഷിക്കും. പല വഴികളും ഒരുങ്ങി അതിന്റെ ആത്മാക്കൾ, ഇതൊരു മഹാസ്നേഹ പ്രണയകാന്തമാണ്, അതിലേക്ക് ആകർഷിച്ചു വരും. അപ്പോൾ ഇങ്ങനെയാണ് തിരിച്ചറിയലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇമാം മഹദി എന്തുമായിട്ടാണ് ഇവിടെ വരൽ, ആദ്യമായിട്ട് എന്ത് പ്രവർത്തനമാണ് ചെയ്യൽ എന്നുള്ളത് നോക്കാം. ഇമാം മഹദി എപ്പോഴാണ് വരൽ? കൂരിരുട്ടാകുമ്പോഴാണ്. എവിടെയാണ് ഇരുട്ടായത്? മനുഷ്യന്റെ ഉള്ളിലാണ് ഇരുട്ടായത്. എവിടെയാണ് ഉള്ളിൽ ഇരുട്ടായത്? മനുഷ്യന്റെ ഹൃദയം അടഞ്ഞുപോയി. തീർച്ചയായിട്ടും സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് ആദം സഫിയുള്ള ഇവിടെ വന്നത് കൽബിന്റെ ഇൽമുമായിട്ടാണ്. പിന്നീട് അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഓരോ പ്രവാചകന്മാരുടെ ശേഷവും അതൊക്കെ അസ്തമിച്ചു പോയി കഴിഞ്ഞു. ഇപ്പോഴാവട്ടെ കൂരിരുട്ടാണ്. ആദം സഫിയുള്ള കൊണ്ടുവന്ന ദിക്റേ കൽബ് തന്നെ ഇവിടെ നിന്ന് അസ്തമിച്ചിരിക്കുന്നു. ഇവിടുത്തെ മതങ്ങളൊക്കെ കേവലമായിട്ടുള്ള ആചാരങ്ങളുടെയും ആരാധനയുടെയും മതങ്ങൾ മാത്രമായിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള തെരീക്കത്തുകളും ആത്മീയ സന്നികളും എന്നൊക്കെ പറയുന്നത് വെറും ബാഹ്യമായിട്ടുള്ള അനന്തരമെടുപ്പായിരിക്കുന്നു. ഒരു നബിയുടെ മകൻ നബിയാകുന്നില്ല, ഒരു വലിയന്റെ മകൻ വലിയാകുന്നില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ അനന്തരമെടുത്ത് അതിൽ മങ്ങിച്ച വന്നിരിക്കുന്നു. അതിലേറിയാലുള്ളത് അൻഫാസിന്റെ നഫ്സിനെ ശുദ്ധമാക്കുന്ന ദിക്ർ മാത്രമാണ്, ശ്വാസത്തിൽ കൊടുക്കുന്ന ദിക്ർ. അപ്പോൾ ആദ്യമായി ഇവിടെ ഇടേണ്ട അടിത്തറ ആത്മീയ അടിത്തറയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അജ്മീർ ഹോജ ആയാലും മുഹീദ്ദീൻ ഷെയ്ഖ് ആയാലും ലോകത്ത് വന്ന ഉന്നതരായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാ ഔലിയാക്കളും വിശുദ്ധരും ഒക്കെ ഇവിടെ ഇരുട്ടാകുമ്പോൾ ആത്മഹൃദയത്തെ ഉണർത്തുന്ന മന്ത്രവുമായിട്ടാണ് വന്നത്. അപ്പോൾ അവസാന കാലത്ത് ഏറ്റവും ഉന്നതമായിട്ടുള്ള ആത്മീയതയുമായി വരുന്ന ഇമാം മഹദി, ഭഗവാൻ കൽക്കി തീർച്ചയായിട്ടും ലോകത്ത് ഇതുവരെ കാണാത്ത ഉന്നതമായിട്ടുള്ള നൂറുമായി ആത്മഹൃദയത്തെ ഉണർത്തിക്കൊണ്ട് ആയിരിക്കും തീർച്ചയായിട്ടും വരെ. 1941 നവംബർ 25 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദിയിൽ നിന്ന് എന്റെ മഹദിയുടെ പരിമളം വരുമെന്ന്. തീർച്ചയായിട്ടും അവിടെ നിന്ന് തന്നെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹി വെളിപ്പെടുകയുണ്ടായി. അദ്ദേഹം അൽ അമീനായിക്കൊണ്ട് വളർന്നു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്ന പോലെ അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അതെന്തിനാണ് അങ്ങ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. പിതാവ് പറയും, ഞാൻ നിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കാണുന്നുണ്ട്, നിന്റെ ഉള്ളിലെ അള്ളാഹുവിനെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും 1978 തന്നെ റൂഹാനിയത്തിന്റെ ആത്മീയതയുടെ ഈ വിപ്ലവം മഹാനവരുകൾ തുടങ്ങുകയുണ്ടായി. അത് പടർന്ന് പന്തലിച്ചു. ലോകത്തുള്ള എല്ലായിടത്തും സിഖുകാരിലേക്കും ഹിന്ദുക്കളിലേക്കും മുസ്ലിങ്ങളിലേക്കും, മുസ്ലിങ്ങളിലെ വിവിധ വിഭാഗങ്ങളിലേക്കും ക്രിസ്ത്യാനികളിലേക്കും, അങ്ങനെ ലോകത്തുള്ള എല്ലാ വിഭാഗങ്ങളിലേക്കും മതമില്ലാത്തവരിലേക്കും എല്ലാം ഈ ഹൃദയത്തിന്റെ മന്ത്രവുമായിട്ട്, ഇഷ്കിന്റെ ദീനുമായിട്ട്, സ്നേഹത്തിന്റെ മതവുമായിട്ട് മഹാനവരുകൾ പോവുകയുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുകയുണ്ടായി. എന്ന് മാത്രമല്ല
മത ജാതി ദേശ വ്യത്യാസമില്ലാതെ അവരുടെയൊക്കെ ഹൃദയത്തിൽ ഉന്നതമായിട്ടുള്ള ഈ ദിക്റേ കൽബ് പ്രവേശിക്കുകയുണ്ടായി. ദൈവത്തിന്റെ നാമം, അള്ളാഹുവിന്റെ നാമം പ്രവേശിപ്പിക്കുകയുണ്ടായി. അവരുടെ ഹൃദയത്തെ ഉണർത്തുകയുണ്ടായി. ദൈവവുമായിട്ട് അവരെ കണക്ഷനാക്കുകയുണ്ടായി. ഈ വിപ്ലവം മാനവരാശിയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ആത്മവിപ്ലവം നടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലൊന്നും തുടക്കത്തിൽ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കാറുണ്ട് കേരളം വലിയ ആത്മീയതയുടെ സ്ഥലമാണെന്ന്. അങ്ങനെയല്ല യഥാർത്ഥം. ഇവിടെ എല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. ഇവിടെ വെറും ആചാര അനുഷ്ഠാന മതം മാത്രമാണുള്ളത് എന്ന് നമ്മൾ അറിയണം. ഇവിടെ ദിക്റേ കൽബ് അസ്തമിച്ചു, ആത്മഹൃദയം അസ്തമിച്ചു. അത് ഉണർത്തിക്കൊണ്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ അപ്പോൾ ആത്മീയതയുടെ ബേസിക് തന്നെ, തസവുഫിന്റെ ബേസിക് തന്നെ നശിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം വലിയ രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ ഷെയ്ഖുമാരല്ലാത്ത ഷെയ്ഖുമാർ എന്ന് പറഞ്ഞ് ചമഞ്ഞിരിക്കുന്നവർ പലതും ശിഷ്യന്മാർക്കൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊന്നും സമഗ്രതയും സമ്പൂർണതയും ഇല്ലാത്തതാണ്. കാരണം ഇവിടുന്ന് ദിക്റേ കൽബ് പോലും അസ്തമിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തസവുഫിന്റെ പ്രാഥമിക ബേസിക് പാഠങ്ങൾ അടക്കം ഇത് എന്താണ് ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ളത്, എന്താണ് കൽബ്, എന്താണ് റൂഹ്, എന്താണ് സിറ്, എന്താണ് കഫി, എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദർശനം ഉണ്ടാകല്, എന്തൊക്കെയാണ് ആത്മീയ ലോകങ്ങൾ, അള്ളാഹുവിനെ പറ്റി ഇതൊക്കെ വെളിപ്പെടുത്തൽ തീർച്ചയായിട്ടും ഇമാം മഹദിയാണ്. തീർച്ചയായിട്ടും സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ഇതൊക്കെ ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കേണ്ടതാണ്. ഒരു കാര്യത്തെ കേട്ടപാട് നിഷേധിക്കൽ തീർച്ചയായിട്ടും സത്യത്തിന്റെ നിഷേധികളാണ്. ഇതിനെ പഠിച്ചു നോക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ദീൻ ഇലാഹി എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ ചുരുക്കി ഇതിനെയൊക്കെ തസവുഫിന്റെ പ്രാഥമിക പാഠങ്ങൾ പബ്ലിക് ആക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് 2 അറിവുകൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്ന്, കേട്ടാൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. അത് ഈ തസവുഫിന്റെ ഇൽമാണ്. അതിനെ തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി കൈമാറിയതിനെ എല്ലാം വെളിവാകുന്ന, ഈ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ എല്ലാ ചിന്താധാരകളുടെയും അടിത്തറ ഇളക്കുന്ന, തീർച്ചയായിട്ടും അവിടുത്തെ തലീമ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും ഇത് എല്ലാ ചിന്താധാരകളുടെയും മായം കലർന്ന ആശയങ്ങളുടെയും അടിത്തറ ഇളക്കും. ആ താലീമ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ഇവിടെ വിതറിയിരിക്കുന്നു എന്നുള്ള സത്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമാക്കിയതിനെ മറ നീങ്ങുന്ന ഈ കാലത്ത്, ഇമാം മഹദിയുടെ കാലത്ത് മറകൾ നീങ്ങും. ഇനി ഭൂമിക്ക് അധികം ആയുസില്ല, ഭൂമി അവസാനിക്കാൻ പോവുകയാണ്. എല്ലാ രഹസ്യങ്ങളും ഇവിടെ വെളിവാകണം. അപ്പോൾ ഈ രഹസ്യത്തെയൊക്കെ അദ്ദേഹം വെളിവാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദീനിലാഹി എന്നുള്ള ഗ്രന്ഥം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഫ്രീ ആയിട്ടത് നൽകുന്നതാണ്. ഏവർക്കും പഠിച്ചു നോക്കാവുന്നതാണ്. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ലോകത്തിൻ്റെതാണ്. അദ്ദേഹം ലോകത്തോട്, മാനവരാശിയോട് സ്നേഹത്തിന്റെ സന്ദേശം സംസാരിക്കുന്നു. സുഹൃത്തുക്കളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു മൂലയുണ്ട്. ഞാൻ ആർക്ക് മൂലയാണോ അവർക്ക് അലിയും മൂലയാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇമാം മഹദിക്കും ഒരു മൂലയുണ്ടാവും. ഇമാം മഹദിക്കും ഒരു അലിയാറുണ്ടാകും. ഈ കാലത്തുള്ള സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ സമ്പൂർണമായിട്ടുള്ള പ്രതിനിധിയായ, അദ്ദേഹത്തിന്റെ കവാടമായിട്ടുള്ള ഒരാൾ. തീർച്ചയായിട്ടും നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവിന് പല ആത്മീയ കാര്യങ്ങളും പറയാൻ പോലും ആളെ കിട്ടിയിട്ടില്ല. കാരണം ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള ആളുകൾ ഉണ്ടായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് കഴിഞ്ഞപാട് അധികാരത്തിനും മറ്റുള്ളതിനുമായിട്ടുള്ള അടിപിടികൾ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആന്തരികത പല പ്രമുഖരെന്ന് കരുതുന്നവർ പോലും റസൂലിന്റെ ആന്തരികത മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇമാം മഹദിയുടെ ആന്തരിക പൂർണ്ണമായി മനസ്സിലാക്കിയ അദ്ദേഹത്തിലേക്കുള്ള കവാടമായിട്ടുള്ള പ്രതിനിധിയാണ് സയ്യിദ് യൂനുസ് അൽ ഗോഹർ. അദ്ദേഹം 20 വർഷത്തിലേറെയായി അൾട്രാ TV എന്നുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ലോകത്തോട് സംസാരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, വ്യത്യസ്തമായിട്ടുള്ള രഹസ്യങ്ങൾ വെളിവാക്കുന്നു. എന്നും അദ്ദേഹം ഇന്ത്യൻ സമയം 4 മണിക്ക് ലൈവിൽ വന്നപ്പോൾ സംസാരിക്കുന്നുണ്ട്. 20 വർഷത്തിലേറെയായി ഈ ഡ്യൂട്ടി തുടരുന്നു. ഇത് കേവലമായിട്ടുള്ള സംസാരമല്ല, അത് മഹോന്നതമായ, ഭൂമിയിൽ ഇതുവരെ നടക്കാത്ത മഹോന്നതമായിട്ടുള്ള മജ്ലിസാണത്. അവിടെ നൂറുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, അദ്ദേഹം ഇമാം മഹദിയുടെ ഈ ഡ്യൂട്ടി ദിക്റേ കൽബ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യരെ ആത്മീയമായിട്ടും ആന്തരികമായിട്ടും അദ്ദേഹത്തെ സ്വീകരിച്ചവരെ, ഇമാം മഹദിയെ സ്വീകരിച്ചവരെ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നു. ബാത്തിനിയായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുക. തീർച്ചയായിട്ടും ഇതിനെ പഠിച്ചു നോക്കാൻ നിങ്ങൾ തയ്യാറാവുക. നിങ്ങൾ പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും വാക്കുകൾ കേൾക്കരുത്. പുരോഹിതന്മാരും പണ്ഡിതന്മാരും അക്കാലത്തുള്ളവർ ഈസാ നബിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബിയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ നിങ്ങൾക്ക് കരസ്ഥമാക്കി തരാൻ ആണ് തീർച്ചയായിട്ടും ഇമാം മഹദി വരെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പണ്ഡിതന്മാർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്തെ പണ്ഡിതന്മാർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ നീചന്മാരാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹദിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരാകും. കാരണം അദ്ദേഹം വന്നാൽ അവരുടെ എല്ലാ വിലയും ഇടിയുമെന്ന് ഇബ്നു അറബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇമാം മഹദിയെ പറ്റി പറയുമ്പോൾ എല്ലാവരും നീതി എവിടെയെന്ന് ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് ആത്മീയ അടിത്തറ സ്ഥാപിക്കലാണ്. ഒരു കാര്യം ഓർക്കുക, ഈ ഭൂമിയെ തന്നെ പിരിച്ചുവിടാനുള്ളതാണ്. ഈ ഭൗതികത ഒക്കെ നശിച്ചു പോകാനുള്ളതാണ്. നശിച്ചു പോകുന്നതിനെ പറ്റിയാണ് എല്ലാവരും ആദ്യമായിട്ട് അന്വേഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മീയമായി ഉണർത്താനും
ആണ് ഇമാം മഹദി പ്രധാനമായിട്ടും വരുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള നീതിയെല്ലാം നടപ്പിലാകും, അതൊക്കെ പിന്നീട് നടക്കേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള സൂചനകൾ നമ്മൾ പിന്നീട് പറയാം. ഇപ്പോൾ പ്രധാനമായി പറയുന്നത് സുഹൃത്തുക്കളെ, മഹാകവി ഇഖ്ബാൽ പറയുന്നുണ്ട് ഇമാം മഹദിയുടെ കാലഘട്ടത്തിൽ ദൈവിക തേജസ് ദർശിക്കുന്നത് സാധാരണമായി തീരുമെന്ന്. നമുക്കറിയാം മൂസാ നബി പോലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങിയപ്പോൾ തന്നെ അതിൽ കാണാൻ കഴിയാതെ ബോധം കെട്ട് വീഴുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിനെ നേരിട്ട് അർഷിലിരിക്കുന്ന അള്ളാഹുവിനെ നേരിട്ട് കണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേപോലെയുള്ള കാഴ്ച തീർച്ചയായിട്ടും സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹി ഇവിടെ കാണിക്കും. അതിന്റെ ആത്മാക്കൾക്ക് അത് കാണിക്കും, അത് സാധാരണമാക്കി തീർക്കും. അപ്പോൾ എത്രമാത്രം ഉന്നതമാണ് ആ ദാത്തെന്ന് നിങ്ങൾ ചിന്തിക്കുക സുഹൃത്തുക്കളെ. എല്ലാ ഫർദയും തസവൂഫിന്റെ എല്ലാ ലോകങ്ങളിലേക്കും കൊണ്ടുപോയി ആത്മീയതയുടെ എല്ലാ ലോകങ്ങളും താണ്ടി എല്ലാം ഓപ്പനാക്കി അതിനപ്പുറം അള്ളാഹുവിനെ കാണിക്കാൻ എല്ലാ ഫർദകളും നീക്കി അള്ളാഹുവിനെ കാണിക്കാനാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹി വന്നിരിക്കുന്നത്. അതിനപ്പുറമുള്ള തസവുഫിനും അപ്പുറമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ നേരിട്ട് ദർശിച്ചപ്പോൾ അതിനപ്പുറമുള്ളതും നൽകണമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനും അപ്പുറമുള്ള ദൈവരാജ്യത്തുള്ള ഇഷ്കുമായിക്കൊണ്ട്, ദൈവരാജ്യത്തുള്ള സ്നേഹവുമായിക്കൊണ്ട്, ഈശ്വര രാജ്യത്തുള്ള ഇഷ്കുമായിട്ടാണ്, തസവുഫിനും അപ്പുറമുള്ളതുമായിട്ടാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹി ലോകത്തേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം നൽകുന്ന മഹാനിധി സ്നേഹമാണ്, ഈ ഇഷ്കാണ്. ഈ ഇഷ്കിന്റെ വിത്താണ് അദ്ദേഹത്തിലേക്ക് വന്ന മഹാത്മാവിലേക്ക് വരുന്ന ആ ഉന്നതമായ ദാത്തിലേക്ക് ആകർഷിച്ചു വരുന്നവരിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അവിടെ വളരുന്നത്. സ്നേഹത്തിലും വലിയ അത്ഭുതം എന്തുണ്ട്, അജബെന്തുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഇതുവരെ ഇറങ്ങാത്ത, ഇവിടെ മറകൾ നീങ്ങുകയാണ്. ഇതാണ് ഏറ്റവും വലിയ സുവർണ കാലഘട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രവാചകന്മാരൊക്കെ അവസാനിച്ചു, എന്നിട്ടും ഭൂമി അവസാനിക്കുന്നില്ല. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും, പ്രവാചകന്മാർ കുറേയുണ്ട്, പക്ഷേ മഹദി ഒന്നേ ഉള്ളൂ. എല്ലാ രഹസ്യങ്ങളും ഇവിടെ വെളിപ്പെടുത്താൻ, രഹസ്യങ്ങൾക്ക് അപ്പുറമുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വരുന്ന ഉന്നതമായ ദാത്ത് എത്ര ഉന്നതമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഉന്നതമായ ദാത്തിലേക്ക് അതിന്റെ ആത്മാക്കൾ ആകർഷിക്കും. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ജാതി മത ദേശ വ്യത്യാസമില്ലാതെ ഈ മഹാപ്രണയഗോളത്തിലേക്ക് അതിന്റെ ആത്മാക്കൾ ആകർഷിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രതിനിധിയിലേക്ക് അവർ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ അറിയുക. തീർച്ചയായിട്ടും ഈസാ നബി യേശുക്രിസ്തുവും രണ്ടാം വരവ് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നു, പൂർണ്ണ പ്രഭയോടെ ഇറങ്ങി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെയും നേതാവായിട്ടുള്ള ഇമാം മഹദിയെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹിയുടെ പൂർണ്ണ പ്രഭയോടെയുള്ള രണ്ടാം വെളിപ്പെടലിന് വരവിന് കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഭൂമി ഗോർ ഷാഹി മർഹബ ഏറ്റുപാടുന്നു എന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ ഓരോരുത്തരും അന്വേഷിക്കാനും പഠിക്കാനും തയ്യാറാവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ ആത്മാവാണെങ്കിൽ നിങ്ങൾക്കുള്ളിലുള്ള മറകൾ മാറിപ്പോകുന്നതാണ്. നിങ്ങൾക്കുള്ളിൽ അജ്ഞതയുടെ അറിവിന്റെ മറകൾ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഈ ലോകവും ഇട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മാറിപ്പോയി നിങ്ങൾ ഇതിന്റെ ആത്മാവാണെങ്കിൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹിയോട്, പ്രേമാവതാരത്തോട്, ഭഗവാൻ കൽക്കിയോട് നിങ്ങൾക്ക് സ്നേഹം വരുന്നതാണ്. തേനീച്ച തേനിനെ പൊതിയുന്നത് പോലെ നിങ്ങൾ അവിടുത്തെ പൊതിയുന്നതാണ്. ഇതാണ് അവിടുത്തെ തിരിച്ചറിയുന്ന മാനദണ്ഡം പ്രധാനമായിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹിയുടെ പ്രതിനിധി സയ്യിദ് യൂനിസ് അൽ ഗോഹർ ലോകത്തോട് സംസാരിക്കുന്നു. ഇത് പബ്ലിക്കാണ്, ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കേൾക്കാൻ തയ്യാറാവുക, ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ക്ഷണിക്കാനാണ് ഈ വീഡിയോ.